ഒടുവിൽ 4 ദിവസത്തിന് ശേഷം ഹരിതക്ക് നീലനെ തിരിച്ചു കിട്ടി. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. കഴിഞ്ഞ 4 ദിവസമായി ഊണുമുറക്കവുമില്ലാതെ ഹരിത നീലനെ തേടി അലയുകയായിരുന്നു. വയലപ്രയിലെ ലാസ്യ ക്യാമ്പസിൽ വെച്ച് സന്ധ്യയോടെ കയ്യിൽ നിന്നും പറന്നുപോയ റെയിൻബോ ലോറി കിറ്റ് എന്ന പഞ്ചവർണ്ണ തത്തയെ കാണാതാവുകയായിരുന്നു. ഓരോ വീടിൻ്റെ ടെറസിലും വന്നിരിക്കും. ഹരിതയെത്തുമ്പോഴേക്കും അവിടെ നിന്നും പറന്നകലും. ദിവസങ്ങളായി നീലനെയും തേടി അലയുകയായിരുന്നു ഹരിത. പത്രമാധ്യമങ്ങളിൽ അറിയിപ്പ് നൽകിയതിനാൽ തത്തയെ കണ്ടവരെല്ലാം ഹരിതയെ വിളിച്ചു പറയും. പക്ഷേ കിട്ടാതെ തിരിച്ചു വരികയായിരുന്നു ഫലം. അങ്ങനെ 4 ദിവസത്തിന് ശേഷം പഴയങ്ങാടി BB റോഡിന് സമീപത്തെ ഹാഷിറ എന്നവരുടെ വീട്ടിൽ പറന്നെത്തിയതായുള്ള വിവരം വീട്ടുകാർ ഹരിതയെ അറിയിച്ചു. പഴയങ്ങാടിയിലെത്തി തൻ്റെ തത്തയെ ഹരിത കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. സന്തോഷം മാത്രമുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം കിട്ടുന്ന പ്രതീക്ഷിക്കുന്നില്ല. കാരണം എനിക്ക് പേടിയായി, ഇപ്പൊ തത്തേനൊക്കെ കിട്ടുമോ, പോയി കഴിഞ്ഞാല് ഇത് എവിടെ പോയി തപ്പ. പക്ഷെ കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമാണ്, സന്തോഷമാണ്. ഈ വീട്ടിലേക്കുള്ളൊരു സന്തോഷം വന്ന പോലെ തന്നെ അല്ലേ. ഇതിനെ കൂട്ടിലിടാറൊന്നുമില്ല, ഇങ്ങനെ പറന്ന് കളിക്കൽ തന്നെയാണ്. പക്ഷെ അത് കൈവിട്ട് പോയപ്പോ പിന്നെ എന്താ ചെയ്യാ. പഴയങ്ങാടി BB റോഡിന്റെ അവിടെ നിന്നാണ് കിട്ടിയത്. അവരെന്നെ വിളിച്ചു. അപ്പൊ തന്നെ ഭയങ്കര സന്തോഷമായി. എല്ലാരോടും നന്ദി പറയാം. കാരണം ഇത്രയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തു, വാട്സപ്പ് ഷെയർ ചെയ്തു, ഓരോ ഗ്രൂപ്പുകളിൽ ഇട്ടു. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ വടക്കൻ വാർത്ത, TV ന്യൂസ്, നെറ്റ്വർക്ക് ചാനൽ ഫുൾ ഡേ. വീട്ടുകാരോടും തീരാത്തത്ര നന്ദിയുണ്ടെന്നും ഹരിത പറഞ്ഞു. ഹരിതേണ്ടത് മാത്രമല്ല, ഇവിടെ ഫുൾ ഉറങ്ങിയ പോലെയായിരുന്നു. കാരണം അവളുടെ ഈ വെപ്രാളം കാണുമ്പോൾ നമുക്കൊന്നും ഒരു പണിയും നമ്മളെ കയ്യിൽ കിട്ടുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നമ്മൾ രാവിലെ പോവും, എല്ലാ മരത്തിൻ്റെ മുകളിൽ നോക്കും, നീലാന്ന് വിളിക്കും, ഇത് ഏതെങ്കിലും ഇതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ വരുന്നുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇതിനെ കൂട്ടിൽ അങ്ങനെ ഇട്ടിട്ടല്ല വളർത്തുന്നത്. ഇവിടെ ഫുൾ നെറ്റെല്ലാം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഫുൾ തുറന്നിട്ടിട്ടാണ്. പിന്നെ നമ്മൾ പുറത്തേക്ക് എവിടെയും പോകുമ്പോഴാണ് കൂട്ടിലിടുക. അപ്പോൾ അതിന് പറക്കാൻ നന്നായിട്ട് അറിയാം. പിന്നെ ഈ ചിറക് വെട്ടുക എന്നല്ല എല്ലാവരും പറയും. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ചെയ്യാണ്ടാണ് വളർത്തുന്നത്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. അവൾ ആക്റ്റീവ് ആകുമ്പോൾ നമുക്കും. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും T. ബാബു, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്.